കൂട്ടുകാരെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കിളികളുടെ ഭാഷ അറിയാൻ പറ്റും. ജനിച്ച് കുറച്ച് കഴിയുമ്പം തന്നെ നമ്മള് ഓരോ കുഞ്ഞുങ്ങളും അത് ശ്രദ്ധിക്കാൻ തുടങ്ങും അല്ലേ? അതുപോലെ തന്നെയാണ് ഈ മരങ്ങളുടെ ഭാഷയും. പക്ഷെ നമ്മളത് ചെറുപ്പത്തിലേ കാര്യമാക്കുന്നില്ല. കുറച്ചൊന്നായി കഴിയുമ്പോൾ നമ്മളും നിങ്ങളും എല്ലാവരും ചെടികളോടും ഒക്കെ സംസാരിക്കാറുണ്ട് അല്ലേ? എന്താ "നാളെ നിനക്ക് എനിക്ക് പൂ തന്നില്ല ഞാൻ നിന്നെ പിഴുത് കളയുമേ" എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങള് റോസച്ചെടിയോട്? അപ്പൊ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ആ ചെടിയിൽ പൂവുണ്ടാകുന്നു. നമ്മള് പറഞ്ഞത് കൊണ്ടല്ല. സയന്റിഫിക്കായിട്ട് ശാസ്ത്രം പറഞ്ഞാൽ അതിനകത്ത് ആ സമയത്തായിരിക്കും ആ ചെടി പുഷ്പിക്കാനുള്ള ടൈം. അതായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു വസ്തുതയും അവിടെയുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോകളിൽ അമ്മയും കുഞ്ഞും അതായത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പാഠമായിരുന്നല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിനി അടുത്ത പാഠത്തിലേക്ക് പോകാം. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഇതുവരെ പഠിച്ച കാര്യങ്ങളെ പോലെ തന്നെ മനുഷ്യനും പ്രകൃതിയും അല്ലെ മനുഷ്യനും മരങ്ങളും തമ്മിലുള്ള ബന്ധം, ഒരു സ്നേഹം അതിനെക്കുറിച്ചാണ് മരങ്ങളുടെ ഭാഷ എന്ന ഈ പാഠത്തിലൂടെ വിശദമാക്കുന്നത്. അപ്പം ലതാ വെസ്റ്റ് വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. മരങ്ങളുടെ ഭാഷ എന്ന നമ്മുടെ പാഠത്തിൻ്റെ തലക്കെട്ട് നമ്മളെല്ലാം ഒന്ന് ചിന്തിപ്പിച്ചിരിക്കാം. മരങ്ങൾക്ക് ഭാഷയുണ്ടോ? മരങ്ങൾക്ക് ഭാഷയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നമ്മളോട് പറയുന്നതിന് പകരം അവരോരോന്ന് പ്രവർത്തിച്ചല്ലേ കാണിക്കുന്നത്. മരങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നമ്മളെ അതിൻ്റെ രൂപവ്യത്യാസത്തിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട്. പിന്നെ ചെടികൾക്ക് ജലം ആവശ്യമാണ്, നിർജ്ജലീകരണം വരുന്നു എന്ന് കാണിക്കുകയാണ്. അവ വാടി നിൽക്കുമ്പോഴാണ്. പിന്നെ ഇലകൾ കൊഴിയുകയും ഇലകൾ പുതിയതുണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഓരോ കാലാവസ്ഥയും ഓരോ പിന്നെ കാലഘട്ടത്തെയും സൂചിപ്പിക്കുന്നില്ലേ? അതുപോലെ വലിപ്പം വെക്കുകയും ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് അവ വളരുന്നു എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവയ്ക്ക് ഭാഷയുണ്ട്. ഇനിയും അത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇനി അല്ലാതെ തന്നെ ഫാൻറ്റസി പോലെ പറഞ്ഞാൽ മരങ്ങൾ നമ്മളോട് സംസാരിക്കാറുണ്ടെന്നാണ്. അതായത് ഇപ്പം ഈ പാഠം തന്നെ നമുക്ക് കേട്ടാൽ ചിരിയാണ് വരുന്നത്. പക്ഷെ നമ്മളിൽ പലരും ഈ പറയുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ തന്നെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു ചെടിയോ ഒരു നമ്മുടെ എന്തെങ്കിലും ഒരു പച്ചക്കറി സസ്യമൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു വാട്ടം തട്ടിയാലോ അല്ലെങ്കിൽ അതൊന്ന് മുരടിച്ചു പോരുന്നെങ്കിലോ നമ്മൾ അതിനോട് സംസാരിക്കാറില്ല. എന്ത് പറ്റി ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇത് നേരെ ആവുന്നില്ലല്ലോ, ചാഴി അടിച്ചാണെന്ന് തോന്നുന്നു, അപ്പോൾ ഇതിനെന്തെങ്കിലും മരുന്ന് ചെയ്തേ പറ്റൂ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അപ്പോൾ ആ ചെടി പ്രതികരിക്കുമെന്ന് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ അവയോട് സംസാരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് സയൻറ്റിഫിക്കായിട്ട് തന്നെ ട്രീ ടോക്ക് എന്നൊരു ഇത് തന്നെയുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയതിൽ നിന്നും കണ്ടെത്തിയതാണ്. മരങ്ങളും സംസാരിക്കാറുണ്ട്. മരങ്ങളുടെ ഭാഷ ഇതാണ്. ഇനി പറയാം, ചില മരങ്ങൾ ശത്രുക്കൾ അതായത് കീടങ്ങൾ വല്ലതും വരുന്നതിന് മുമ്പ് അവർ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ചാര എന്നൊരു മരമുണ്ട്. അതിന് എന്താ നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് എനിക്കറിയില്ല. ആ മരം മനുഷ്യനടുത്ത് ചെല്ലുമ്പോഴേ അത് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ചെല്ലുന്ന മനുഷ്യൻ്റെ ശരീരം മൊത്തം അലർജി പോലെ തടിച്ച് പൊങ്ങി വീർത്ത് വരും. നീര് പോലെ ആവും. ആ ചാരിന് അതിന് വേറൊരു പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അതങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഇങ്ങനെ ഓരോ മരങ്ങൾക്കും ഉണ്ട് ഓരോ പ്രത്യേകതയും ഓരോ വിശേഷതയും. പാഠത്തിൻ്റെ പേരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ നമുക്കതൊന്നുമല്ല വിഷയം. നമ്മളിലേക്ക് ഇതെങ്ങനെ എത്തിക്കുന്നു എന്നാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ രചയിതാവ്, അതായത് യു അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ പ്രകൃതി ഒരു സ്നേഹിത, പ്രകൃതിയെക്കുറിച്ച് എഴുതുന്ന ഒരു ആളാണ്, ഒരു കഥാകാരനാണ് അല്ലെങ്കിൽ ലേഖകനാണ്. പുള്ളി പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ വീടിന് ചുറ്റും ധാരാളം സസ്യങ്ങളുണ്ടായിരുന്നു. അച്ഛൻ നട്ടു നനച്ച് വളർത്തിയവയും വളപ്പിൽ താനേ മുളച്ചു വന്നവയും. വളപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പ്. തനിയെ മുളച്ചു വന്നതുണ്ട്, നട്ട് നനച്ച് വളർത്തിയവയുണ്ട്. അങ്ങനെ ഒരുപാട് ഫലവൃക്ഷങ്ങളായാലും ചെടികളായാലും നിറഞ്ഞ ഒരു വളപ്പായിരുന്നു. വളപ്പ് മീൻസ് മനസ്സിലായല്ലോ, നമ്മുടെ തൊടി. ഒരു നാൾ തൊടിയിൽ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. കയ്പവല്ലരി അറിയാലോ എന്താണെന്ന്? പാവൽ അല്ലേ? പാവയ്ക്ക, കയ്പയ്ക്ക എന്നൊക്കെ പറയും. അതിന് വള്ളികളിലാണല്ലോ അത് ആദ്യം പിടിമുറുക്കി ഇങ്ങനെ എവിടെയെങ്കിലും ഒരു താങ്ങ് കിട്ടിയാൽ അതിൽ ഇങ്ങനെ ചുറ്റി സ്പ്രിങ് പോലെ അതിൻ്റെ ശാഖകൾ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അതിന് പന്തലിട്ട് കൊടുക്കുമായിരുന്നു അച്ഛൻ. അപ്പോൾ കുട്ടി കണ്ടു കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ച് പുഴുക്കേടുകൾ നുള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ തന്നോടല്ല സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി.
അപ്പോൾ അച്ഛൻ ആരോടാണ് ഈ സംസാരിക്കുന്നത്? ഓരോന്നിനെയും ഓരോ ചെടിയുടെ ഓരോ അതിൻ്റെ ആ വള്ളികളെയും ഇങ്ങനെ പരിപാലിച്ച് നോക്കി ഇലകൾക്ക് പുഴുക്കുത്തുണ്ടോ എന്നൊക്കെ നോക്കി അച്ഛൻ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്നുമുണ്ട്. ഒപ്പം തന്നെ എന്തോ പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ കുട്ടിയോടല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. പിന്നെ ആരോടാണ് അച്ഛൻ സംസാരിക്കുന്നത്? ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ദിവസവും കാണുന്ന കാര്യങ്ങളാണ്. ഒന്നുകിൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെടികളോട്, ഒരുപക്ഷെ അമ്മമാര് പാത്രങ്ങളോട് വരെ സംസാരിച്ചെന്നിരിക്കും. അല്ലേ? ആ സംസാരങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നന്ദി.